എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കാത്തു പരിപാലിച്ച് ഇന്നത്തെ പകൽക്കാലം കഴിഞ്ഞ് ഈ സന്ധ്യായാമത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു. ഇന്ന് പകൽ ചിന്തയുമായി കടന്നു വരാൻ സാധിച്ചില്ല, ചില പ്രത്യേക തിരക്കുകളും കാര്യങ്ങളും വന്നതുപോയത് കാരണം. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ദിവസം പോലും ഈ 25 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും ചെറിയ ചിന്തയുമായിട്ട് കടന്നു വരുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കുവാനും ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകുവാനും, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഉത്തരവാദിത്വം നമ്മളിൽ ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കുവാനുള്ള ഒരു ശക്തി, ഒരു മനോബലം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മറിയത്തിൻ്റെ മുമ്പിൽ ദൂതുമായി എത്തിയപ്പോൾ, നീ ദൈവപുത്രനെ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൾ ഒട്ടും സംശയിച്ചില്ല. എനിക്കിത് ഏറ്റെടുക്കാൻ കഴിയുമോ, എന്നെക്കൊണ്ടത് സാധിക്കുമോ, അല്ലെങ്കിൽ ലോകം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, വിവാഹിതയല്ല, അപ്പോൾ ഞാൻ ഗർഭവതിയാണെന്നറിയുമ്പോൾ ലോകം എന്നെ പരിഹസിക്കത്തില്ലേ എന്നൊന്നും അവൾ ചിന്തിച്ചില്ല. വളരെ എളിമയോടും, കാരണം ദൈവം എന്തറിയിച്ചോ, ആ ഗബ്രിയേൽ ദൂതൻ വഴി എന്തറിയിച്ചോ അവൾ അത് ഒട്ടും സംശയിക്കാതെ അവൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം ഫലമേൽപ്പിച്ചാൽ ആ ദൈവത്തോട് യോജിച്ച് ദൈവഹിതമാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. എപ്പോഴും ഒരു മനോബലവും ആത്മവിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് അമിത ആത്മവിശ്വാസമല്ല. നമ്മളിൽ എന്ത് ഉത്തരവാദിത്വം എവിടെ നിന്ന് ഏൽപ്പിച്ചാലും, അത് കുടുംബജീവിതത്തിലാകട്ടെ സാമൂഹിക ജീവിതത്തിലാകട്ടെ എവിടെയായാലും നമ്മളോടൊരു ചെറിയ കാര്യം ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ ശങ്കിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം നമ്മൾ ദൈവത്തോടൊരാലോചന ചോദിക്കുക, ദൈവത്തോട് ചേർന്ന് പോവുകയാണെങ്കിൽ നമുക്കതിനെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ചെയ്യുവാനുമുള്ളൊരു മനോബലം, ഒരു ധൈര്യം നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഉള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക. ലോകം എന്തു ചിന്തിക്കും എന്ന് ചിന്തിക്കരുത്. കാരണം മറിയത്തിനെ ഗബ്രിയേൽ ദൂതൻ ആ അറിയിച്ചപ്പോൾ, എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ, ലോകം എന്ത് ചിന്തിക്കും, കാരണം ഞാനൊരു വിവാഹിതയല്ല, അപ്പോൾ ഞാൻ ഗർഭം ധരിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ലോകം എന്ത് ചിന്തിക്കും എന്നൊന്ന് ദൈവം ഏൽപ്പിച്ചതാണ് എന്ന് കരുതി അവൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എളിമയോടും വളരെ ഭവ്യതയോടും കൂടി ദൂതൻ്റെ വാക്ക് കേൾക്കുവാനിടയായി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാനാവാത്ത ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിറവേറ്റേണ്ടി വരും. ആ സാഹചര്യങ്ങളിൽ ദൈവിക ശക്തിയെ നമ്മൾ മുറുകെ പിടിക്കുക. ഒട്ടും സംശയിക്കേണ്ട, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളൊരു മനോബലം, ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് പോകുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ആത്മധൈര്യത്തെ കെടുത്തുവാൻ നമ്മൾക്ക് ചുറ്റും പലരും കാണും, പല സാഹചര്യങ്ങളും കാണും. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ധൈര്യത്തോടും കൂടി ചെയ്യുവാനായിട്ട് ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അത് പൂർത്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൃപയും നമ്മൾ ലേവലിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിനായിട്ട് ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെ ഈ 25 ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ക്രിസ്തുയേശുവിൻ്റെ ഉണ്ണി യേശുവിൻ്റെ പുൽക്കൂട്ടിലേക്കുള്ള പുണ്യയാത്രയിൽ നമ്മൾ നടക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലെ ഉണ്ണി യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.